ഇങ്ങനെ ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. എന്താണെന്നല്ലേ പറയാം. നിയമസഭയിൽ ഇക്കുറി പാസാക്കിയ ബില്ലുകൾക്ക് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള ബില്ലിന് അംഗീകാരം നൽകുന്നത് ചരിത്രപരമായ തീരുമാനമാണ്. കടക്കണയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരായ മനുഷ്യർക്ക് കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള സർക്കാരിന്റെ കൈത്താങ്ങാണത്. മറ്റൊന്നാണ് വനം വന്യജീവി നിയമ ഭേദഗതി. കേരളത്തിന്റെ മലയോരങ്ങളിൽ വനാതിർത്തിയിൽ വന്യജീവി ആക്രമണത്തിൽ ഈ വർഷം മാത്രം കൊല്ലപ്പെട്ടവർ നിരവധിയാണ്. നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെ കൊല്ലാനുള്ള വനം ഭേദഗതി ബില്ലിന് ലഭിച്ചതും കാര്യമായ പിന്തുണയാണ്. സ്വന്തം നാട്ടിൽ ഭയക്കാതെ നടക്കാൻ, കൃഷി ചെയ്യാൻ, വീടും കുടുംബവും സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടിയുള്ള നിയമം ഇനിയെങ്കിലും നടപ്പാക്കേണ്ടതുണ്ട്. സർക്കാർ സേവനങ്ങൾ പൗരന്റെ അവകാശമാണെന്ന് ഉറപ്പിക്കുന്ന സേവനാവകാശ നിയമമാണ് അടുത്തത്. ഒരു സർക്കാർ സേവനം, അത് സർട്ടിഫിക്കറ്റോ മറ്റെന്തെങ്കിലും അനുമതിയാവട്ടെ, അതിനുള്ള അപേക്ഷ സമർപ്പിച്ച് നിശ്ചിത സമയത്തിനകം ലഭ്യമായില്ലെങ്കിൽ അത് ലഭിച്ചതായി കണക്കാക്കാനും സേവനം നൽകാത്ത ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ നൽകാനുമുള്ള നിയമമാണിത്. ഇതെല്ലാം ഒരു വശത്തുണ്ട്. മറുവശത്ത് തുരങ്കം വെക്കലിന് അവിടെയും മടിയിലും തെളിയിക്കുകയാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. ഇത്തരത്തിൽ നാടിനെ പിന്നോട്ടടിക്കുന്ന മനസ്സുള്ള ഒരു മാധ്യമ സംസ്കാരം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് സംശയമാണ്. ഉണ്ടാകാതെ ഇരിക്കട്ടെ. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള അധിക ഭൂമി ക്രമീകരണ ബിൽ, സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ, മലയാള ഭാഷാ ബിൽ എന്നിവ ഈ സമ്മേളനത്തിന്റെ സുപ്രധാന നിയമനിർമ്മാണങ്ങളായിരുന്നു. എന്നാൽ ഇതിനൊന്നും ജനങ്ങൾക്കോ അതാത് മണ്ഡലങ്ങൾക്ക് വേണ്ടിയോ ഒരു വാക്ക് പോലും പറയാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സബ്മിഷനുകളും ചോദ്യോത്തരങ്ങളും ഇക്കൂട്ടർ പാഴാക്കി. ഇതിനെതിരെ മാധ്യമങ്ങൾ പുലർത്തുന്ന മൗനമാണ് പ്രതിപക്ഷത്തിന്റെ കൈമുതൽ. എന്തുകൊണ്ടാണ് ഇത്ര വേഗം ഇവയെല്ലാം പാസ്സാക്കേണ്ടി വന്നതെന്നാണ് മനോരമയുടെ അടുത്ത ചോദ്യം. നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യോത്തരവേള പോലും ബഹിഷ്കരിച്ച് സ്പീക്കറുടെ കാഴ്ച പോലും മറച്ചുവെച്ച് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണെന്നുള്ള മറുപടി പറയേണ്ടതില്ല. നിങ്ങളുടെ കൂടെ പ്രതിനിധി റിപ്പോർട്ടിങ്ങിനായി പങ്കെടുത്ത സഭയാണത്. ഏത് ബിൽ അംഗീകരിക്കണം, ഏത് ബിൽ തടഞ്ഞു വെക്കണമെന്ന് ഗവർണറോട് നിർദ്ദേശിക്കാനുള്ള അധികാരവും മാധ്യമ സ്ഥാപനം ഏറ്റെടുത്തു എന്നാണ് തിരിച്ചുള്ള ചോദ്യം. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത അംഗങ്ങളാണ് നിയമസഭയിലുള്ളത്. ആ അംഗങ്ങളിൽ ഭൂരിപക്ഷമാണ് ബില്ലുകൾ പാസ്സാക്കിയത്. അങ്ങനെ നിയമനിർമ്മാണത്തിന് ജനപ്രതിനിധികൾക്കുള്ള അവകാശങ്ങളെ അപഹസിക്കാനും നിസ്സാരവൽക്കരിക്കാനും കേവല ലാഭം മാത്രം നോക്കി നടത്തുന്ന ഒരു മാധ്യമ കച്ചവടക്കാരൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് നാം ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം. ആദ്യം പറഞ്ഞതുപോലെ കുഴിയിൽ വീണാൽ അവിടെ കുഴിച്ച് മണ്ണ് കൂട്ടി രക്ഷപ്പെടാമെന്ന് കരുതരുത്. UDF സഹായിക്കാമെന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളാണ് ഈ ചൊല്ലി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്.